5 മണ്ഡലങ്ങളുള്ള കാസർഗോട്ടേക്ക് പോകാം. അങ്ങ് വടക്ക് കാസർഗോഡ് സാധാരണഗതിയിൽ മഞ്ചേശ്വരം മാത്രമാണ് ചർച്ച ചെയ്യാറെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല ഉണ്ടാവുക. 3-2 എന്നുള്ള രീതിയൊക്കെ മാറി മറിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആദ്യ പുറത്തു വരുന്ന വിലയിരുത്തലുകളൊക്കെ. സാരംഗ് സുരേഷ് ഉണ്ട് വിവരങ്ങളുമായിട്ട്. സാരംഗ്, കാസർഗോഡ് ഉദുമ വരെ ഒരുപക്ഷെ കൈവിട്ടു പോയേക്കാം. അവിടെ പിന്നിലാണ് CPM ഉള്ളത്, LDF ഉള്ളത് എന്നുള്ള വിലയിരുത്തലേക്ക് LDF ക്യാമ്പ് തന്നെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഉദുമ കൈവിട്ടാൽ പിന്നെ എന്നുള്ള ചോദ്യം മറുഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഏതൊരാളിൽ നിന്നും ഉയരുകയും ചെയ്യുന്നതാണ്. അവസാനവും അങ്ങനെയുള്ള വിലയിരുത്തൽ തന്നെയാണോ ഉണ്ടാകുന്നത്? അക്ഷയ, തീർച്ചയായും മഞ്ചേശ്വരം മാത്രമാണ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ രീതിയിൽ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം എന്നുള്ള രീതിയിൽ കാസർഗോഡ് നിന്ന് ശ്രദ്ധിച്ചു പോകാറുള്ളത്. പക്ഷേ ഇത്തവണ കാഴ്ച തീർത്തും വ്യത്യസ്തമാണ്. തൃക്കരിപ്പൂരിലേക്ക് സന്ദീപ് വാര്യർ എത്തുന്നു, അവിടെയും ശക്തമായൊരു മത്സരം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ സേഫായിട്ടുള്ളൊരു മത്സരം അല്ലെങ്കിൽ ഏകപക്ഷീയമായൊരു മത്സരം എന്നൊക്കെ തന്നെ രീതിയിൽ UDF പ്രവർത്തകർ പോലും വിചാരിച്ചിരുന്ന ആ രീതിയിൽ കാര്യങ്ങൾ കണ്ടിരുന്ന ഉദുമ മണ്ഡലത്തിൽ പോലും കാഴ്ചകൾ മാറി മറിയുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം LDFന്റെ ഉദുമ മണ്ഡലം കമ്മിറ്റി കണക്ക് നൽകുന്ന സമയത്താണ് 1500ഓളം വോട്ടുകൾക്ക് പിറകിലാണ് തങ്ങൾ എന്നുള്ളൊരു കണക്ക് വരുന്നത്. അതേസമയം തന്നെ 6000 തൊട്ട് 7000 വോട്ടുകൾക്ക് വരെ തങ്ങൾ ലീഡ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ UDF വയ്ക്കുന്നു. UDFനെ സംബന്ധിച്ചും അതൊരു കിട്ടാക്കനിയല്ല. ആകെ ഒരൊറ്റ തവണ മാത്രമേ ഉള്ളൂ KP കുഞ്ഞിക്കണ്ണൻ MLA ആയി എത്തിയതെങ്കിലും UDFനെ സംബന്ധിച്ച് അവരുടെ വലിയ കേന്ദ്രങ്ങളുണ്ട്. പുല്ലൂർ പെരിയുണ്ട്, അതോടൊപ്പം തന്നെ ചെമ്മനാട് പഞ്ചായത്ത് പോലുള്ള അവരുടെ കേന്ദ്രങ്ങളുണ്ട്. ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലകളുണ്ട്. പള്ളിക്കര പഞ്ചായത്തുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ അവർക്ക് ലീഡ് ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉദുമയെ സംബന്ധിച്ച് ഉള്ളത്. അവിടെ NDAക്ക് കാര്യമായി ഒന്നും തന്നെ ചെയ്യാനില്ല. മഞ്ചേശ്വരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്തവണ കൃത്യമായ മത്സര ചിത്രം വ്യക്തമായിട്ടുണ്ട്. കാരണം SIR വലിയ രീതിയിൽ BJPക്ക് തലവേദനയാകുന്നു. അത് ജില്ലാ കമ്മിറ്റിക്കകത്ത്, ജില്ലാ നേതൃത്വത്തിനകത്ത് പോലും വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല K സുരേന്ദ്രന്. മാത്രമല്ല BJPക്കൊപ്പം എപ്പോഴും നിൽക്കുന്ന തുളു കന്നഡ ബെൽറ്റിനകത്തേക്ക് കടന്നു കയറി കൂടുതൽ വോട്ട് പിടിക്കാനുള്ള ശ്രമം LDFന്റെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നു. അതേസമയം തന്നെ UDF സ്ഥാനാർത്ഥിയായ AK മഷ്റഫിന്റെ ജനപ്രിയതയും അതോടൊപ്പം തന്നെ ഒരുപക്ഷെ UDF ഭരണത്തിലേക്ക് എത്തിയാൽ ക്യാബിനറ്റ് പദവി ലഭിച്ചേക്കും എന്നുള്ള പ്രതീക്ഷകളൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെയാണ് UDF പരമാവധി പ്രചരണമൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. അത് വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയിലേക്ക് തന്നെയാണ് UDF കടന്നു പോകുന്നത്. കാസർകോട്ടേക്ക് എത്തിക്കഴിഞ്ഞാലും സാധാരണ NDAയും UDFും തമ്മിൽ ശക്തമായ ഒരു മത്സരം ഉണ്ടാകുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇത്തവണ LDF ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുന്നു. പാലക്കാട് NM റസാഖിനെ പറഞ്ഞതുപോലെ തന്നെ കാസർകോട്ടേക്ക് എത്തുമ്പോൾ അത് ഷാനവാസ് പാദൂരിനെ ഇറക്കുന്നു. ശക്തമായ മത്സരത്തിലേക്ക് എത്തുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു 40,000-ത്തിലധികം വോട്ട് LDFന് സമാഹരിക്കാൻ കഴിയുമെന്നുള്ളൊരു കാഴ്ചയിലേക്ക് എത്തുന്ന അവസ്ഥ തന്നെയാണുള്ളത്. UDFനെ സംബന്ധിച്ച് മുഗ്രാൽ പുത്തൂർ, ചെങ്കള പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ കാസർഗോഡ് നഗരസഭ, ഇവിടെയുള്ള വലിയ ലീഡ് തന്നെയാണ് അവരെ എപ്പോഴും വിജയത്തിലേക്ക് എത്തിക്കാറുള്ളത്. എന്നാൽ അവിടങ്ങളിൽ പോലും ഈ രീതിയിൽ LDFന് കടന്നു കയറാൻ സാധിക്കുന്നു. അതേസമയം തന്നെ മണ്ഡലത്തിനകത്തുള്ള 5 തദ്ദേശ സ്ഥാപനങ്ങൾ, 5 പഞ്ചായത്തുകൾ, അതിൽ മധൂർ പഞ്ചായത്ത് 50 വർഷമായി BJP ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തന്നെ BJPയും വലിയ ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും കാസർഗോഡ് മണ്ഡലത്തിനകത്ത് പ്രവചനാതീതമാണ് കാര്യങ്ങൾ. കൃത്യമായ ഒരു രാഷ്ട്രീയ ചിത്രം വ്യക്തമാകുന്നത് കാഞ്ഞങ്ങാട് തന്നെയാണ്. കാഞ്ഞങ്ങാട് UDFനായി എത്തിയത് ഷൈജി ഓട്ടപ്പള്ളി എന്ന കേരള കോൺഗ്രസ് ജെ വിഭാഗത്തിന്റെ നേതാവാണ്. അതുകൊണ്ട് തന്നെ UDF പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലൊരു ആവേശം പലപ്പോഴും കണ്ടിട്ടില്ലായിരുന്നു. CPI സംബന്ധിച്ച് അവർ LDFനായി പലതവണ ജയിച്ചു കയറിയ മണ്ഡലമാണ്. മാത്രമല്ല ഇത്തവണയും വലിയൊരു മത്സരത്തിന്റെ പ്രതീതി കാഞ്ഞങ്ങാട് മണ്ഡലത്തിനകത്ത് ഉണ്ടായിട്ടില്ല. തൃക്കരിപ്പൂരിലേക്ക് എത്തുമ്പോൾ അത് 2 മുഖ്യമന്ത്രിമാരെ കേരളത്തിന് സംഭാവന ചെയ്ത ഒരു മണ്ഡലമാണ്. EK നായനാരും അതോടൊപ്പം തന്നെ EMSഉം ആ ഒരു പാരമ്പര്യം തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ കയ്യൂരടക്കമുള്ള എത്രയോ രണസ്മരണകളുള്ള ഭൂമിയാണ് LDFനെ സംബന്ധിച്ച് തൃക്കരിപ്പൂർ മണ്ഡലം എന്നത്. അപ്പോൾ അവിടെ അവരുടെ ഒരു അഭിമാന പോരാട്ടമായി മാറുന്നു. അതേസമയം തന്നെ സന്ദീപ് വാര്യർ എത്തുന്ന സമയത്ത് അത് UDF ക്യാമ്പിൽ വലിയ ആവേശമുണ്ടാക്കുന്നു. തീരദേശ മേഖലയോട് ചേർന്നുള്ള പഞ്ചായത്തുകളിലും മലയോര മേഖലകളിലും അതൊരു വലിയ ആവേശമുണ്ടാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ ആവേശം വോട്ടായി മാറുകയാണെങ്കിൽ LDFന് തീർച്ചയായും തൃക്കരിപ്പൂർ എന്നത് ഒരു അഗ്നിപരീക്ഷയാവും. ഉദുമയും തൃക്കരിപ്പൂരും UDFന് പിടിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് തീർച്ചയായും ഒരു ട്രെൻഡിന്റെ സൂചന തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ട്രെൻഡ് അവിടെ രൂപപ്പെടുമോ? കാസർഗോഡ് ഉദുമയിൽ ട്രെൻഡ് രൂപപ്പെടുമോ എന്നുള്ളതാണ്. എന്തായാലും അതിനപ്പുറത്തേക്ക് ഉദുമ സാധാരണ ഉദുമ എങ്ങനെയാണോ ഉദുമയായിരിക്കുന്നത് അതുപോലെ തന്നെ ഉദുമ ജനവിധി എഴുതുമോ എന്നുള്ളതാണ്.